ഒന്നാമതായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. അതല്ലെങ്കിൽ ശൈത്വാനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അവന്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം എന്തെന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം അത് കൃത്യമായി നമുക്ക് പാലിക്കാൻ കഴിയണം. ഒരു അല്പവിശ്വാസികളായി അതല്ലെങ്കിൽ യാന്ത്രിക വിശ്വാസികളായി മാറാൻ ഒരിക്കലും പാടില്ല. ജനങ്ങൾ ഒരു രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അവർ റൂട്ടിലോട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളായിക്കൊള്ളട്ടെ, അതിലേക്ക് വളരെ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷം നോക്കി മറ്റൊരു ആദർശമോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് പിന്നാലെ പോകുന്ന ഒരവസ്ഥ നമുക്ക് പാടില്ല. മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം എന്തെന്നാൽ അത് ഖുർആനിനെ കൊണ്ടും ഹദീസിനെ കൊണ്ടും കൃത്യമായി പഠിക്കണം. അത് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ഈമാൻ നല്ല പോലെ ബലമുള്ളതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതല്ലാത്ത പക്ഷം അള്ളാഹുൽ വിശ്വസിക്കാതെ താന്തോന്നികളായി നമ്മൾ ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തന്നെ പറയുന്നുണ്ട്, ഇന്നാ ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. വിശ്വസിക്കാത്ത ആളുകൾക്ക് പിശാചുക്കളെ നാം മിത്രങ്ങളാക്കി മാറ്റി കൊടുത്തിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കാതെ അതല്ലെങ്കിൽ വിശ്വാസ മേഖലകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ ഒരു മാർഗം സ്വീകരിക്കാതെ കേവലം ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് പിന്നാലെ മാത്രം പോകുന്നൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താണ്? അവർക്ക് ശൈത്വാനിനെ മിത്രങ്ങളാക്കി കൊടുക്കും. ശൈത്താൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ അത് വലിയൊരു കാര്യമായി നമുക്ക് തോന്നും. ശൈത്താൻ കാണിച്ചു തരുന്ന തെറ്റുകുറ്റങ്ങൾ അത് നിസ്സാരമായി നമുക്ക് തോന്നും. നിസ്സാരമായ തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിച്ച് അവസാനം നരകത്തിലേക്ക് പതിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് എത്താൻ അത് സാധ്യതയുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലൽ ലദീന ആമനു വ അലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു തആലയിൽ വിശ്വസിക്കുകയും റബ്ബിന്റെ മേൽ ബരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരാണോ അവരുടെ മേൽ അവന് ശൈത്വാനിന് യാതൊരുവിധ അധികാരം ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും നല്ല മാർഗം. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങളും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബിൽ ബരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ദുനിയാവിന്റെ ഏത് കാര്യം എടുത്തു നോക്കിയാലും ശരി, അവിടെ അള്ളാഹുവിൽ നമുക്ക് വിശ്വാസം വേണം. ആളുകൾ പറയും, നീ ഒരു വീട് പണിയുമ്പോൾ തന്നെ പല അഭിപ്രായക്കാരുണ്ട്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് വീട് വെച്ചാൽ ആളുകൾ പറയും അവിടെ വീട് വെക്കണ്ട, അവിടെ പ്രശ്നമുണ്ട്, അതല്ല അതിൻ്റെ അടുത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ട് സാധാരണ നമ്മുടെ സാമൂഹികമായ അവസ്ഥകൾ പരിഗണിച്ചിട്ടല്ല, അതല്ലാതെ ചില ആളുകൾ പറയും, മതപരമായ നിലയിൽ ചില ആളുകൾ പറയും അവിടെ വെച്ച ശകുനമാണ്, നീ നശിച്ചു പോകും, അവിടെ വീട് വെച്ച നിനക്ക് പിന്നീട് ജീവിക്കാൻ കഴിയില്ല, പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു റൂട്ടിലൂടെ ആളുകൾ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യം എന്താണ്? എല്ലാം ഏതൊരു കാര്യം നമുക്കുണ്ടെങ്കിൽ എന്താണ്? അല്ലാഹുവിലാണ് എല്ലാ കാര്യങ്ങളും തവക്കുൽ ചെയ്യാൻ ഏറ്റവും അർഹമായിട്ടുള്ളൊരു കാര്യം. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു? കേവലം ദുനിയാവിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെയോ അതല്ലെങ്കിൽ കേവലം ദുനിയാവുമായി ബന്ധപ്പെട്ട് ശകുനങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകൾ അവരുടെ എല്ലാം സംസാരങ്ങൾ കേട്ട് അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ആദർശത്തെ പണയം വെക്കുന്ന ഒരവസ്ഥ ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ ഏതൊരു കാര്യം നോക്കിയാലും ശരി, ചില ആളുകൾ ഉപയോഗിച്ച വാഹനങ്ങൾ ഇത് നീ ഉപയോഗിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില അവർക്ക് തോന്നിയ രൂപത്തിലൊക്കെ പറയും. അവിടെ അല്ലാഹു തആലയുടെ മേൽ തവക്കുൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും തവക്കുൽ ചെയ്യാതെ കേവലം ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ആദർശത്തെ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് പറഞ്ഞത്, നമ്മുടെ വിശ്വാസം അത് അള്ളാഹുവിൽ മാത്രമാക്കി തീർക്കാൻ കഴിയണം. അതുമാത്രമല്ല, മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തആലയിൽ ബരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അതിലൊരു ഖൈറുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ജോലി നമുക്ക് ലഭിക്കണം. ആളുകൾ പറഞ്ഞു, ഈ ജോലി നീ ഏറ്റെടുത്താൽ നിനക്ക് ഒരു വർഷം കൊണ്ട് നിനക്ക് വലിയൊരു സമ്പന്നനായി മാറാൻ കഴിയും. പക്ഷെ ഈ ജോലി നിനക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണ്ടി വരും? നിന്റെ താടി നീ വടിക്കേണ്ടി വരും. കൃത്യമായി നിനക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയില്ല. അതെപ്പോഴെങ്കിലൊക്കെ അവസാനം രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിസ്കരിച്ചാൽ മതി. കൃത്യമായി നോമ്പെടുക്കാൻ കഴിയില്ല, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്തുണ്ട്? നിനക്ക് ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും മനസ്സിൽ ദുനിയാവ് മാത്രമാണ് ലക്ഷ്യം വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? അവൻ അതിന്റെ പിന്നാലെ പോകും. മറിച്ച് അല്ലാഹു തആലയിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഇതിനേക്കാൾ ഖൈറായ ഒരു ജോലിയും ഇതിനേക്കാൾ ഖൈറായ സൗകര്യങ്ങളും നൽകുന്നവനാരാണ്? അള്ളാഹുവാണ്. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പറയപ്പെട്ട മോശമായ കാര്യങ്ങളിലേക്ക് പോകാതെ സകല കാര്യങ്ങളും അല്ലാഹു തആലയിൽ ബരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വാസയോഗ്യമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിൽ ശൈത്വാനിന്റെ സ്വാധീനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം,
ഇഖ്ലാസ് ഉണ്ടാവുക. ഏതൊരു കാര്യത്തിനും ഇഖ്ലാസോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മൾ നടത്തുന്ന ആരാധന കർമ്മങ്ങൾ അല്ലാഹു തആലയുടെ മാർഗത്തിൽ നമ്മൾ ചെയ്തു തീർക്കുന്ന ഏതൊരു കാര്യമായിക്കൊള്ളട്ടെ അതിൽ ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് ഉണ്ടാകണം. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങളിൽ നിന്ന് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മുടെ അമലുകൾ മാറ്റി തീർക്കാൻ കഴിയണം. നമ്മുടെ ആരാധനകളും നമ്മുടെ നേർച്ച വഴിപാടുകളും ഇബാദത്തിന്റെ എല്ലാ മേഖലകളും എന്ത് വേണം? അത് അല്ലാഹു തആലയുടെ തൃപ്തി ആഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് മാത്രം മാറ്റി നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ അവൻ സ്വീകരിക്കില്ല. ഒരാൾ ഒരു മനുഷ്യന്റെ തൃപ്തിക്ക് വേണ്ടി അവന് നന്മ ചെയ്തു, ഒരാൾ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം, അള്ളാഹിന്റെ തൃപ്തിയല്ല, മാതാപിതാക്കളുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അവർക്ക് വേണ്ടി മാത്രം ഒരു പ്രവർത്തനം ചെയ്തു, അവന്റെ മനസ്സിൽ എന്തില്ല? അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്നൊരു ചിന്തയില്ല, അങ്ങനെ നല്ലൊരു നിയ്യത്ത് അവനില്ല, എങ്കിൽ അവന്റെ കർമ്മം സ്വീകരിക്കില്ല. മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ നിന്ന് ആ ഒരു അമല് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുമെന്ന ദൃഢമായ വിശ്വാസത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയണം. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രൂപത്തിൽ നിഷ്കളങ്കമായ രൂപത്തിൽ നമ്മൾ ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്നും സ്വീകരിക്കും. ഈ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ശൈത്വാനിന് എന്ത് ചെയ്യാൻ കഴിയില്ല? അവൻ്റെതായിട്ടുള്ള മാർഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതാണ് ശൈത്വാൻ നടത്തിയ ഒരു കരാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖാല, ശൈത്വാൻ പറയാണ്, ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹു തആലയോട് പറയുകയാണ്, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, അവരെ മുഴുവൻ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. ലഉഗ്വിയന്നഹും അജ്മഈൻ, മുഴുവൻ ആളുകളെ ഞാൻ പിഴപ്പിച്ചു കളയും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അതിലെങ്ങനെയുള്ള ആളുകൾ ഒഴികെ? ഇഖ്ലാസുള്ള ആളുകൾ ഒഴികെ. ഇഖ്ലാസ് ഇല്ലാത്ത മുഴുവൻ ആളുകളെ ഞാൻ പിഴപ്പിക്കും, അതല്ലാത്ത ആളുകളെ എനിക്ക് പിഴപ്പിക്കാൻ കഴിയില്ലെന്ന് ശൈത്വാൻ തന്നെ അല്ലാഹു തആലയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടോ? ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആലയുടെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണോ? ജനങ്ങൾക്ക് വേണ്ടിയല്ലാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണോ? അവിടെ ശൈത്വാനിന് എന്തില്ല? ഒരു സ്വാധീനം നമ്മുടെ മേലുണ്ടാവുകയില്ല. മൂന്നാമത്തെ കാര്യം, കൃത്യമായി മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആലയിൽ തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഏത് കാര്യവും തവക്കുൽ ചെയ്യാൻ, നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ തവക്കുൽ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ശൈത്വാനിന്റെ സ്വാധീനം നമ്മുടെ മേൽ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നാലാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് മേഖലയായിക്കൊള്ളട്ടെ അവിടെയെല്ലാം തഖ്വയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അവിടെ ശൈത്താൻ നമ്മെ സ്വാധീനിക്കില്ല. തഖ്വ എന്നത് നിസ്സാരമായ കാര്യമല്ല. കേവലം ഒരു റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാൻ മാസത്തിൽ മാത്രം തഖ്വയെ പറ്റി നമ്മൾ ധാരാളമായി കേൾക്കുന്നു, പഠിക്കുന്നു, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ആ റമദാൻ അങ്ങ് വിട പറഞ്ഞു പോയാലോ വീണ്ടും പഴയ രൂപത്തിലേക്ക് മടങ്ങുന്നു. ഇങ്ങനെയല്ല, മറിച്ച് ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ സമയങ്ങളിൽ എത്രമാത്രം അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് നൽകിയിട്ടുണ്ടോ, സമയം നമുക്ക് ധാരാളമായി നൽകിയിട്ടുണ്ടോ, പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നമുക്ക് നൽകിയിട്ടുണ്ടോ, ആ സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് വേണം? തഖ്വ നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, ഹൃദയത്തെ നിയന്ത്രിച്ചു വെക്കാൻ, നമ്മുടെ കൈകാലുകളെ അല്ലാഹു തആലയുടെ മാർഗത്തിൽ മാത്രം ചലിപ്പിക്കാൻ, അത്രയധികം എല്ലാ മേഖലകളിലും തഖ്വ നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നമുക്ക് അല്ലാഹു തആലക്ക് മുമ്പിൽ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ ശൈത്വാനിനെ അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചിൽ നിന്നുണ്ടാകുന്ന വല്ല ദുർബോധനവും അവർക്ക് ബാധിച്ചാൽ അവർക്ക് ആ സമയത്ത് അള്ളാഹുവിന് ഓർമ്മ വരും. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? അതായത് ഒരു തഖ്വയുള്ള, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അവന്റെ മുന്നിലൂടെ
അല്പവസ്ത്രധാരിയായ ഒരു സ്ത്രീ കടന്നു പോയാൽ അള്ളാഹു തആലയെ ഭയപ്പെടുന്ന തഖ്വയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ ആ സ്ത്രീയിലേക്ക് നോക്കി മാനസികമായൊരു ആസ്വാദനം അവൻ നേടിയെടുക്കില്ല. മറിച്ച് എന്തുണ്ടാകും? അവന്റെ ഹൃദയത്തിൽ അവന് ചിന്ത വരും, അള്ളാഹു തആല എന്നോട് കൽപ്പിച്ച കാര്യമാണ്, അവളിലേക്ക് നോക്കരുത്. അതല്ലെങ്കിൽ ആരും അറിയാതെ പലിശ വാങ്ങി എനിക്ക് നല്ല കച്ചവടം ചെയ്യാം, വലിയൊരു വീട് നിർമ്മിക്കാം, വലിയൊരു വാഹനം വാങ്ങും, ഒരാളറിയില്ല. എൻ്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് ആർക്ക് വേണമെങ്കിലും പറയാം, ഒരാളറിയില്ല. ദുനിയാവിൽ ഒരുപക്ഷെ നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കോ കൂടെ കിടക്കുന്ന ഭാര്യക്കോ നമ്മുടെ മക്കൾക്കോ ആരും അറിയാതെ ഏത് ഹറാമും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്യുന്ന നിസ്സാരമായി കാണുന്ന തിന്മകളാണെങ്കിൽ പോലും അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തഖ്വയുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ഹൃദയത്തിലേക്ക് ചിന്ത വരും, ഇതെന്റെ റബ്ബ് ഇത് വിലക്കിയിട്ടുള്ള കാര്യമാണ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന ചിന്ത സ്വാഭാവികമായും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ നമുക്കുണ്ടെങ്കിൽ അവിടെ ശൈത്വാനിനെ നമുക്ക് പരാജയപ്പെടുത്താനും നമുക്ക് റബ്ബിന്റെ മുന്നിൽ വിജയം കൈവരിക്കാനും സാധിക്കും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ നിർബന്ധമായ ജമാഅത്തായിട്ടുള്ള നിസ്കാരം, അത് ഏതൊരു മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ജമാഅത്തായ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ യാത്രക്കാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ രോഗികളെ സംബന്ധിച്ചും അതുപോലെ മറ്റു പല സാഹചര്യങ്ങളിലൊക്കെ ഉദുറുകൾ നൽകപ്പെട്ട ആളുകളുണ്ട്, അവരുടെ കാര്യമല്ല. അതല്ലാത്ത നാട്ടിൽ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമാണ്. അത് നമ്മൾ എന്നെന്നും നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ശൈത്വാനിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. ആരെങ്കിലും ജമാഅത്തായ നിസ്കാരമെല്ലാം ഒഴിവാക്കി തങ്ങളുടെ വീടുകളിൽ ചടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് കൂടുതലായിക്കൊണ്ട് ശൈത്വാൻ ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ദീർഘമായ ഹദീസുകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞൊരു ഹദീസാണ്. ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ 3 ആളുകളോ അതല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളോ ഉണ്ടെങ്കിൽ എന്ത് വേണം? അവർക്കിടയിൽ നിസ്കാരം, ജമാഅത്തായി നിസ്കാരം എന്നത് നിർബന്ധമായ കാര്യം. ചെറിയൊരു പ്രദേശമാണ്, ഓരോ ആളുകളും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ അല്പം വിദൂരത്താണെങ്കിൽ പോലും എന്താണ് അവർക്ക് അവിടെ ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമാണ്. എങ്ങനെയെങ്കിലും അതിനുള്ള സൗകര്യങ്ങൾ നമ്മളെല്ലാവരും പ്രത്യേകമായി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഈ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി ആരെങ്കിലും ജമാഅത്തായിട്ടുള്ള നിസ്കാരം നിലനിർത്തിയിട്ടില്ല എങ്കിൽ പിശാച് എന്ത് ചെയ്യും? ഇബ്ലീസ് അവരെ അതിജയിക്കുന്നതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പറയുകയാണ്. മാത്രമല്ല ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫഇന്നമാ യഅകുലു ദിബുൽ ഖാസിയ, ഒറ്റപ്പെട്ട് നടക്കുന്ന മുസ്ലിങ്ങളുമായി കൂടെ കൂടാതെ അതല്ലെങ്കിൽ ഇതുപോലെ സലഫികളായി അതല്ലെങ്കിൽ ഖുർആനും ഹദീസും അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളുമായി ഒരു ബന്ധവും വേണ്ട എന്ന് കരുതി ഞാൻ മാത്രമാണ് ശരി എന്ന് വിചാരിച്ച് നമ്മുടെ വീടുകൾക്കുള്ളിൽ ചടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ ചെന്നായി പിടികൂടുന്നത് പോലെ ആ രൂപത്തിൽ ശൈത്വാൻ എന്ത് ചെയ്യും? നമ്മളെയും പിടികൂടാതിരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നേർക്ക് നേരെ ശൈത്താൻ പിടികൂടുമെന്നല്ല, മറിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ചെന്നായി പിടികൂടും. ഇതിലൂടെ തന്നെ ഒരുപാട് അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒറ്റക്ക് മുസ്ലിങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ ഞാൻ മാത്രം മതി, ഞാൻ മാത്രമാണ് ശരി എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ നാടിന്റെ പല പരിസരങ്ങളിലും പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നും യഥാർത്ഥ മൻഹജിലല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ജമാഅത്തായി നിസ്കാരങ്ങൾ മുടക്കുന്നു. എന്തിനേറെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമുള്ള ജുമാഅക്ക് പോലും പങ്കെടുക്കാതെ തങ്ങളുടെ വീടുകളിൽ മാത്രം ചടഞ്ഞിരിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ പല നാടിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്ന ധാരാളക്കണക്കിന് യുവാക്കളെയും അതല്ലെങ്കിൽ പ്രായാധിക്യം ചെന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം, നമ്മൾ ഈ ക്ലാസിന്റെ ആരംഭത്തിൽ പറഞ്ഞ പോലെ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശൈത്വാനിനെ മറികടക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികൾ അള്ളാഹുവിന് വേണ്ടി നമസ്കാരവും സുജൂദുകളും അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദാ ഖറഅ ബനു ആദം അസ്സജ്ദത ഫസജദ ഇഅ്തസല ശൈത്വാൻ യബ്കി യഖൂലു യാ വൈലഹ് വഫീ റിവായത്തിൻ അബി ഖുറൈബിൻ യാ വൈലി ഉമിറ ഇബ്നു ആദമ ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്ന. അതായത് ഒരു മനുഷ്യൻ സുജൂദ് ചെയ്യേണ്ട ആയത്ത് അവൻ പാരായണം ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്യും? അങ്ങനെ ആ പാരായണം ചെയ്യുന്ന സമയത്ത് സുജൂദിൽ ഏർപ്പെട്ടാൽ ശൈത്വാൻ കരഞ്ഞുകൊണ്ട് അവൻ പിൻവാങ്ങിപ്പോകും. അബൂ ഖുറൈബിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ശൈത്താൻ പറഞ്ഞു, ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദ്, ആദമിനോട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചപ്പോൾ ഫസജദ, അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, ആ സുജൂദ് ചെയ്ത കാരണത്താൽ എന്ത് ചെയ്തു? പടച്ചറബ് അവന് സ്വർഗം നൽകി. വ ഉമിർതു ബിസ്സുജൂദ്, എന്നോടും സുജൂദ് ചെയ്യാൻ എൻ്റെ റബ്ബ് കൽപ്പിച്ചിരുന്നു. ഫഅബൈതു, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? അള്ളാഹിനെ അനുസരിച്ചില്ല, ഞാൻ ധിക്കാരം കാണിച്ചു, സുജൂദ് ചെയ്യാതെ മാറി നിന്നു. ഫഅബൈതു ഫലിയന്നാർ, അതുകൊണ്ട് ഞാൻ വിസമ്മതം കാണിച്ചു എന്ന കാരണത്താൽ അള്ളാഹ് എനിക്ക് നരകവും നൽകിയിരിക്കുന്നു എന്ന് ശൈത്താൻ പറയുകയാണ്. സ്വഹീഹായ ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് സുജൂദുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഒരു പ്രവർത്തനമാണ്. സുജൂദ് ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം സുജൂദുകൾ നമുക്ക് ചെയ്യാൻ, നിർബന്ധമായ നിസ്കാരങ്ങളിൽ സുജൂദുകളുണ്ട്. രാത്രിയിലെ നമസ്കാരങ്ങൾ, സുന്നത്താക്കപ്പെട്ട നിസ്കാരങ്ങൾ, ഖിറാഅത്തിന്റെ സമയത്ത് നിസ്കാരങ്ങൾ, മറവിയിൽ നിസ്കാരങ്ങൾ, അതുപോലെ ശുക്റിന്റെ സുജൂദുകൾ, അതുപോലെ തന്നെ ശുക്റിന്റെ സമയത്ത് നമ്മൾ നടത്തുന്ന സുജൂദുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ സുജൂദുകൾ ധാരാളമായി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുജൂദിന്റെ ഫളായിലുകൾ പറയുന്ന നിരവധി അനവധി ഹദീസുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുജൂദ് എന്ന് പറയുന്ന കർമ്മം അത് ശൈത്വാനെ മറികടക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും കാരണമാകുന്ന ഒരു കാര്യമാണ്. ഏഴാമത്തെ കാര്യം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ, അതല്ലെങ്കിൽ കൂട്ടമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ, കുടുംബജീവിതം നയിക്കുന്ന സന്ദർഭങ്ങളിൽ, നമ്മൾ എടുക്കുന്ന ജോലി എടുക്കുന്ന സന്ദർഭങ്ങളിൽ, ഏതൊരു സാഹചര്യമായിക്കൊള്ളട്ടെ അവിടെ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയം നമുക്കറിയാം, അള്ളാഹു ആണ് റിസ്ക് നൽകുന്നവൻ. നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുളയും എൻ്റെ റബ്ബ് നൽകിയതാണെന്ന ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമുക്കറിയാം, ഇന്ന് ഗസ പോലെയുള്ള നാടുകളിൽ ഭക്ഷണമില്ലാതെ, അല്ലെ, ഭക്ഷണം കിട്ടാതെ അവർക്കൊരു ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഭക്ഷണം പോലും അവർക്ക് മുമ്പിൽ കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുന്നൊരു കാഴ്ച. അതല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവരുന്ന സന്ദർഭങ്ങളിൽ ആർത്തിയോടുകൂടി ആ ഭക്ഷണ തളികയിലേക്ക് ഓടിയെടുക്കുന്ന ചെറിയ കുട്ടികൾ. അധികവും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടുത്തെ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികൾ, അവരുടെ ശരീരത്തിൽ കൈകാലുകൾ വേർപെട്ടവരുണ്ട്, അതല്ലെങ്കിൽ വൈകല്യമുള്ള ആളുകളായിക്കൊണ്ട് മാറിയ എത്ര യുവതി യുവാക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്നറിഞ്ഞപ്പോൾ നിരങ്ങിക്കൊണ്ടൊക്കെ ആ പൊടിപടലങ്ങളിലൂടെയെല്ലാം കടന്നു വന്ന് തങ്ങളുടെ കൈകളിലുള്ള പാത്രങ്ങൾ അവിടെ ഭക്ഷണം കിട്ടുമെന്നറിഞ്ഞ് അവിടെയൊക്കെ പോയി നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു വരാത്തൊരു സാഹചര്യമായിരിക്കും, അല്ലെ? ഒരുപക്ഷെ നമ്മളൊന്നും എന്താണ് പട്ടിണി എന്ന് പോലും അറിയാത്ത ആളുകളായിരിക്കും, എന്താണ് വിശപ്പെന്നറിയാത്ത ആളുകളായിരിക്കും. കാരണം ഇന്ന് ഭക്ഷണം സുലഭമാണ്, നമുക്കൊരുപാട് സാഹചര്യങ്ങളുണ്ട്, നമ്മെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പ്രയാസമുണ്ടെന്ന് ഒരാൾക്ക് പ്രയാസമുണ്ടെന്ന് അറിഞ്ഞാൽ അറിയുന്നവൻ എന്ത് ചെയ്യും? അവനെ സഹായിക്കാൻ പല ആളുകളുടെ അരികിലേക്ക് പോകും, അവർക്ക് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അവിടെ നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മതിമറന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അവിടെ അള്ളാഹുവിനെ ഓർക്കുന്ന, സ്മരിക്കുന്ന, റബ്ബിന് അതിന് പകരമായി ശുക്ർ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പോടുകൂടി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതേ അവസ്ഥയിൽ ചില സ്വഹാബികളും ഇറങ്ങി. അവസാനം ഭക്ഷണം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇന്ന് ലഭിച്ച ഈ ഒരു ഭക്ഷണത്തെ തൊട്ട് അല്ലാഹു തആല നാളെ പരലോകത്ത് നമ്മോട് ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഭക്ഷണം, ഒരു നേരത്തെ വെള്ളമിറക്കാൻ നമുക്ക് സാധിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഏതെല്ലാം സമയങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച നമ്മുടെ റബ്ബിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ല, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂനി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നന്ദികേട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. മാത്രമല്ല ചില ഹദീസുകളിൽ കാണാൻ കഴിയും, അൽ അബ്ദു ലാ യുഹരിസു നഫ്സഹു മിനശ് ശൈത്താൻ ഇല്ലാ ബിദിക്രില്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു അടിമ അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണ കൊണ്ടല്ലാതെ പിശാചിൽ നിന്നും അയാളുടെ ശരീരത്തെ രക്ഷിക്കുന്നില്ല. അഥവാ നമ്മൾ അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പിശാചിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. നമ്മളൊരു വാഹനത്തിൽ കയറുമ്പോൾ അവിടെ പ്രാർത്ഥനകളുണ്ട്, അവിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അവിടെയും അള്ളാഹുവിന്റെ റസൂൽ ചില ദുആകൾ, ദിക്റുകൾ നമുക്ക് മനസ്സിലാക്കി തന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ, അത് കഴിഞ്ഞാൽ ഒന്ന് മഴ വർഷിച്ചാൽ, വെള്ളം ലഭിച്ചാൽ, ഇവിടെയെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ എന്തുണ്ട്, അവിടെയെല്ലാം അള്ളാഹുവിനെ ഓർക്കാൻ പല ദുആകളും ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിനെ സ്മരിക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. എട്ടാമത്തെ കാര്യം, മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവയുടെ പാരായണം. അതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ഉഖ്ബ തഅവദ് ബിഹിമാ ഫമാ തഅവദ മുതഅവ്വിദുൻ ബിമിത്ലിഹിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് റബ്ബിനോട് നീ കാവലിനെ തേടൂ. ഇതുപോലെ അല്ലാഹു തആലയോട് മറ്റൊന്നുകൊണ്ടും ആരും കാവൽ തേടിയിട്ടില്ല. കാരണം ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ രണ്ട് സൂറത്തുകളെ കൊണ്ട് നീ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നീ എന്ത് ചെയ്തു കൊള്ളട്ടെ, കാവലിനെ തേടിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. മാത്രമല്ല രാവിലെ അദ്കാറുകൾ, വൈകുന്നേരം നമ്മൾ നടത്തുന്ന അദ്കാറുകൾ, അതുപോലെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകളിൽ, ഉറങ്ങാൻ കിടക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് സൂറത്തുകളോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് കൂടെ നിങ്ങൾ ചൊല്ലുവാനും ആ രൂപത്തിൽ അല്ലാഹു തആലയിൽ നിങ്ങൾ ദിക്റുകൾ ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പല ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ചില ഹദീസിൽ കാണാം, ഖുൽ അൽ മുഅവ്വിദതൈൻ ഹീന തുംസി വതുസ്ബിഹു 3 മറات. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷയായിക്കൊണ്ട് ഇത് മാത്രം മതി. ഇതറിയാത്ത ഒരാളും ഉണ്ടാവുകയും സൂറത്തുൽ ഇഖ്ലാസും നാസും ഫലഖും അറിയാത്ത ഒരു കുട്ടി പോലും ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാകില്ല. കാരണം ഒരു 5-6 വയസ്സെത്തിയ എല്ലാ മക്കൾക്കും സ്വാഭാവികമായും അവരുടെ രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സൂറത്തുകളാണ്. അവർ ആദ്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുകളിൽപ്പെട്ട സൂറത്തുകളാണ് നാസ്, ഇഖ്ലാസ്, ഫലഖെല്ലാം. ഇതൊന്നും അറിയാത്ത കുട്ടികളില്ല. അപ്പൊ മുതിർന്നവരുടെ കാര്യത്തിൽ ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് വേണം, ഈ സൂറത്തുകൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പറഞ്ഞ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമെല്ലാം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് നമുക്ക് അന്നേ ദിവസം അത് മാത്രം മതി. എല്ലാത്തിൽ നിന്നും നമുക്ക് രക്ഷയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഈ സൂറത്തുകൾ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. സിഹർ നമുക്ക് ഏൽക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. അതല്ലെങ്കിൽ ആരെങ്കിലും സിഹർ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു മാർഗമായി കൊണ്ട് ഇതുപോലെ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ 9ാമത്തെ കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ വാക്കും ഓരോ വ്യക്തികളോട് നമ്മൾ പറയുന്ന സാഹചര്യങ്ങളിൽ എന്ത് വേണം, കൃത്യമായി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ നടത്താൻ കഴിയണം. എൻ്റെ സംസാരം കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ സംസാരം കാരണം ഒരുവന്റെ ജീവിതത്തിൽ വലിയൊരു മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സംസാരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ ദീനിൽ നിന്നും അകറ്റിക്കളയുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. മാന്യമായ രൂപത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള സംസാരങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. വഖുൽ ലിഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ. അല്ലാഹു തആല പറഞ്ഞു, നീ നിന്റെ അടിമകളോട് അഥവാ എൻ്റെ ദാസന്മാരോട്, ആദമിന്റെ മക്കളോട് നീ പറയണം, അവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചൊരു കാര്യം. നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഏറ്റവും നല്ല സംസാരങ്ങളായിരിക്കണം. പ്രയാസമുണ്ടാക്കുന്ന അതല്ലെങ്കിൽ മ്ലേച്ഛത നിറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. കാരണം എന്താണ്, ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, പിശാച് എന്ത് ചെയ്യും, അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കും. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, കാരണം തീർച്ചയായും പിശാച് മനുഷ്യന് പ്രത്യക്ഷമായ ഒരു ശത്രുവാകുന്നു. കാരണം ഇത്തരം ചില സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് വ്യഭിചാരം ആരോപിക്കുന്ന ആ സന്ദർഭം നമുക്കറിയാം. വലിയൊരു ദീർഘമായൊരു ഹദീസാണ്.
ആ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? ഒരു ജൂതനായ ഒരു വ്യക്തി അവൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഏതാനും ചില വാർത്തകൾ ആളുകൾക്കിടയിൽ ഒന്ന് പറഞ്ഞു പരത്തി. എത്രത്തോളം എന്ന് ചോദിച്ച സ്വഹാബികൾക്കിടയിൽ പോലും സ്വാധീനമുണ്ടാക്കി എന്നതാണ്. സ്വഹാബികൾ പോലും വിശ്വസിക്കുന്ന രൂപത്തിൽ അവർക്കിടയിൽ പരസ്പരം സംസാരിക്കുന്ന ഒരവസ്ഥയിൽ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശൈത്വാനിന്റെ സ്വാധീനം അത്രമാത്രം. ഒരാളുടെ സംസാരമാണ്, ആ സംസാരം കൊണ്ടെത്തിച്ചത് ഒരായത്തിറങ്ങിയ സാഹചര്യം വരെ കാത്തിരിക്കേണ്ടി വന്നു. എത്രത്തോളം എന്ന് ചോദിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സംസാരിക്കാൻ ആദ്യ കാലഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ ആ സംഭവത്തിന് തൊട്ടു മുമ്പോട്ടായ സാഹചര്യങ്ങളിൽ വളരെയധികം സ്നേഹത്തോടു കൂടിയ ആ രൂപത്തിൽ സംസാരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ശൈത്വാനിന്റെ സ്വാധീനം ജനങ്ങൾക്കിടയിലുണ്ട്. ഒരു സംസാരം മാത്രമാണ്, ചെറിയൊരു സംസാരം. ഇത് നമ്മുടെ നാട്ടിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി എന്തെങ്കിലും ഒരു വാർത്തകൾ കേൾക്കുമ്പോഴേക്കും അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് കാട്ടുതീ പടരുന്നത് പോലെ ജനങ്ങൾക്കിടയിൽ ആ വാർത്ത വ്യാപകമാകും. നമ്മൾ പറഞ്ഞതുപോലെയല്ല അതിന്റെ അവസാനം ഉണ്ടാവുക. നമ്മൾ പറയുന്ന കാര്യമായിരിക്കില്ല ഒരു 10 ആളുകൾക്ക് ശേഷം കേൾക്കുന്ന വ്യക്തി കേൾക്കുന്ന കാര്യം. അതിന്റെ സംസാരത്തിൽ ആ പറയുന്ന വാർത്തകളിൽ ഒരുപാട് ആളുകൾക്ക് കേൾക്കാൻ ഇമ്പമാകുന്ന രൂപത്തിലൊക്കെ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകും. അവസാനം ആരെ പറ്റിയാണ് പറയുന്നത്, അവന്റെ കാതിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ ജീവിതം തന്നെ മടുക്കുന്ന, അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ട അവസ്ഥകൾ പോലും ഉണ്ടാകും. ആ രൂപത്തിലൊക്കെ ജനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കും. എവിടെ നിന്നുണ്ടായി? ചെറിയൊരു സംസാരമായിരിക്കും, നിസ്സാരമായൊരു കാര്യമായിരിക്കും. ആ സംസാരം അവരെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കായിരിക്കും? വലിയ വലിയ അപകടങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം ശൈത്താൻ അവരിലേക്ക് കടന്നു വരും. ഇവന്റെ സംസാരങ്ങളിൽ കളവ് പറയാൻ പ്രേരിപ്പിക്കും. അത് കേൾക്കുന്നവനാണെങ്കിലോ അതിൻ്റെ ഇരട്ടിയായി കളവുകൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ എന്ത് വേണം? ഒരു വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ എന്ത് വേണം? ആരെ പറ്റി ആയിക്കൊള്ളട്ടെ, നമുക്കറിവില്ലാത്തവനോ അറിവുള്ളവനോ ആരുമായിക്കൊള്ളട്ടെ, ആരോട് നമ്മൾ സംസാരിച്ചാലും ശരി, അതിൻ്റെ കൃത്യമായ അതിൻ്റെ നിജസ്ഥിതി ചോദിച്ചറിയാതെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു വരുത്താൻ പാടില്ല. അത് ദീനിന്റെ വിഷയമാണെങ്കിൽ പ്രത്യേകിച്ചും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരു പക്ഷേ ഉലമാക്കൾക്കിടയിൽ പോലും അങ്ങേയറ്റം തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയമായിരിക്കും. അവർ തന്നെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും. ഏതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവൻ അതുമായി ബന്ധപ്പെട്ട് അവൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു തരുമ്പോഴേക്കും അത് കൃത്യമായി പ്രമാണബദ്ധമായി കൊണ്ടാണ് അവൻ്റെ സംസാരമെന്ന് പോലും പരിശോധിക്കാതെ അതിങ്ങനെ ആളുകൾക്കിടയിൽ പറഞ്ഞു പരത്തി ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് ഭിന്നതകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംസാരങ്ങൾ മാറ്റാൻ ശൈത്വാനിനെ സംബന്ധിച്ചിടത്തോളം അവന് കഴിയും. കാരണം സ്വഹാബികൾക്കിടയിലേക്ക് പോലും വന്ന് അവർ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർ യുദ്ധത്തിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുമ്പോൾ അവിടെ ശൈത്താൻ എന്ത് ചെയ്യാറുണ്ട്? അവരെ തെറ്റിക്കാൻ ശ്രമിക്കും. നിങ്ങളെക്കാൾ വലിയ ആയുധധാരികളായിക്കൊണ്ട് മറുവശത്ത് നിങ്ങൾ കാത്തിരിക്കുന്ന ശത്രുക്കൾ അവരുടെ വലുപ്പത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വഹാബികൾക്ക് ഈമാനുള്ളത് കൊണ്ട് മാത്രം അവർക്ക് പറയാൻ കഴിഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിലാണ് സകല കാര്യങ്ങളും വരമേൽപ്പിക്കുന്നത്, ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ കൽപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് അവർ ദീനിനു വേണ്ടി അങ്ങേയറ്റം ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ ഒരു ദുർബലമാണ്. ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അധികം ആളുകളുടെയും. നമ്മുടെ ഈമാനിന്റെ സ്വന്തം നെഫ്സിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ താടി രോമങ്ങളും നമ്മുടെ വസ്ത്രവും ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് എന്താണ്, അവൻ വളരെ സേഫാണ്, അവനെല്ലാം ശരിയായി, അവന്റെ കാര്യം അവന്റെ പരലോകം തന്നെ രക്ഷപ്പെട്ടവനായി എന്ന് ആളുകൾ നമ്മെപ്പറ്റി ഒരുപക്ഷെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്വന്തം നെഫ്സിനോട് ചോദിച്ചാലോ, നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ പരസ്യ ജീവിതം, നമ്മുടെ സംസാരം, നമ്മുടെ കുടുംബ ബന്ധം, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതം, നമ്മുടെ മക്കളോടുള്ള സമീപനങ്ങൾ, മാതാപിതാക്കളോടുള്ള സമീപനങ്ങൾ, നമ്മുടെ ജോലി, ഹലാലും ഹറാമും, ഇതൊക്കെ നമ്മൾ സ്വന്തം നെഫ്സിനോട് ചോദിച്ചാലോ ഒരുപാട് കുറവുകൾ ഒരുപക്ഷെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ രൂപത്തിൽ നമ്മുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. 10ാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായി കൊണ്ട് ആമന റസൂൽ എന്നത് ഓതിക്കഴിയുക എന്നാൽ സൂറത്ത് ബഖറയിലെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകളാണ് ആമന റസൂൽ. ഈ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അതൊരുപാട് ഗുണങ്ങൾ ശൈത്വാനിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു മാർഗമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹദീസുകളിൽ കാണാം, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ്
ബിഅൽഫി ആമിൻ അൻസല മിൻഹു ആയതൈൻ ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ വലാ യുഖ്റആനി ഫി ദാരിൻ ثلاث ലയാൽ ഫയഖറബുഹാ ശൈത്വാനുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം അഥവാ ലൗഹുൽ മഹ്ഫൂദ് അതിൽ എന്ത് ചെയ്തു? സകല കാര്യങ്ങളും രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ നിന്ന് 2 വചനങ്ങളെ അവൻ അവതരിപ്പിക്കുകയും ചെയ്തു. അവ കൊണ്ട് അഥവാ സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കുകയും ചെയ്തു. ആ 2 ആയത്തുകൾ ആമൻ റസൂൽ, അതുപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന് പറയുന്ന ഈ 2 ആയത്തുകളെ കൊണ്ട് സൂറത്തുൽ ബഖറ അല്ലാഹു തആല അവസാനിപ്പിക്കുകയും ചെയ്തു. അവ 2-3 രാത്രികളിൽ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെട്ടാൽ ആ വീടിനോട് ശൈത്താൻ എന്ത് ചെയ്യില്ല? ഒരിക്കലും അടുക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഒരിക്കലും ശൈത്വാനിന്റെ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളിലോ മാതാപിതാക്കളിലോ ഭാര്യമാരിലോ സ്വന്തം നഫ്സിലോ ശൈത്വാനിന്റെ സ്വാധീനം ഉണ്ടാകാൻ ഒരാളും ആഗ്രഹിക്കാറില്ല. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയപ്പെട്ട ഈ 2 ആയത്തുകൾ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്താൽ ശൈത്വാനിൽ നിന്ന് അതൊരു രക്ഷയാണ്. അതുപോലെ തന്നെ പല രൂപത്തിലും ഈ ഹദീസുകൾ വന്നതായി കാണാൻ കഴിയും. വലാ യുഖ്റആനി ഫീ ബൈത്തിൻ ഫയഖറബഹു ശൈത്താനുൻ സലാസ ലയാലിൻ. ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ 3 രാവുകളിൽ ആ വീടിനോട് ശൈത്താൻ ഒരിക്കലും അടുക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്ത ഫീ ലൈലത്തിൻ, എല്ലാ രാത്രികളിലും ആരെങ്കിലും പാരായണം ചെയ്താൽ കഫതഅഹു, അവൻ അത് മാത്രം മതിയാകുന്നതാണ് എന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും. ഇതുപോലെ ഉറങ്ങുന്ന സമയങ്ങളിലും ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ ശൈത്വാനിന്റെ സ്വാധീനം അവനിൽ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുപോലെ തന്നെ ഇതധികം ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, 11ാമത്തെ കാര്യം, അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അന്നപാനീയങ്ങൾ കഴിക്കുമ്പോൾ അവിടെ നമ്മുടെ വലത് കരം കൊണ്ട് മാത്രം കഴിക്കാനും കുടിക്കാനും ഈ കൈകൾ കൊണ്ട് മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അധികം ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എല്ലാ ആളുകളല്ല, എന്നാൽ ഭൂരിഭാഗം മുസ്ലിങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഭക്ഷണം വലത് കരം കൊണ്ട് അവർ കഴിക്കും. പക്ഷെ അവർ വെള്ളം കുടിക്കുന്നതോ അവരുടെ ഇടത് കൈ കൊണ്ടായിരിക്കും. നമ്മുടെ മക്കൾ ചെയ്താൽ പോലും അത് തിരുത്താത്ത രക്ഷിതാക്കളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്ത രക്ഷിതാക്കൾ. അങ്ങനെയല്ല, മറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മൾ നമ്മുടെ വലത് കൈ കൊണ്ട് തിന്നാനും കുടിക്കാനും, ഭക്ഷണം കഴിക്കുന്ന നിസ്സാരമായ കാര്യമാണ് കഴിക്കുന്നതെങ്കിൽ പോലും അവിടെ നമ്മുടെ വലത് കൈ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇദാ അകല അഹദുക്കും ഫൽയഅകുൽ ബിയമീനി. നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളട്ടെ. വഇദാ ശരിബ ഫൽയശ്റബ് ബിയമീനി. ആരെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ അവൻ അവന്റെ വലത് കൈ കൊണ്ട് കുടിച്ചു കൊള്ളട്ടെ. ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലി വയശ്റബു ബിശിമാലി. കാരണം ശൈത്വാൻ അവന്റെ ഇടത് കൈകൾ കൊണ്ട് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചില ഹദീസുകളിൽ പ്രവാചകന്റെ കൽപ്പനകൾ തന്നെ കാണാൻ കഴിയും. ലാ തഅകുലു ബിശിമാൽ. നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈ കൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന പ്രവാചകന്റെ ശക്തമായ താക്കീതുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, വലത് കൈ കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അല്ലാഹു തആലയെ തൃപ്തിപ്പെടുന്ന, അതല്ലെങ്കിൽ ഒരു സുന്നത്ത് നമ്മൾ പ്രാവർത്തികമാക്കുന്ന രൂപമാണ്. അതല്ല ഇടത് കൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ശൈത്വാനിനെ അനുസരിക്കുന്നവനെ പോലെയാണ് എന്നത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. 12ാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനുമായി എപ്പോഴും നല്ലൊരു ബന്ധം നമുക്ക് വേണം. ഖുർആൻ ഓതാത്തൊരു ദിവസവും നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും ഖുർആൻ ഒരു പേജെങ്കിലും ഓതാൻ നമുക്ക് സാധിക്കും. കുറഞ്ഞത് ഒരു പേജെങ്കിലും ഒരു ദിവസത്തിൽ നമുക്ക് ഓതാൻ കഴിയണം. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ ഖുർആനൊക്കെ ധാരാളമായി ഓതി പഠിക്കുന്ന ആളുകളാണ്. നമുക്ക് അറിയാവുന്ന സൂറത്തുകൾ, ഏതൊക്കെ സൂറത്ത് നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ ആ മനഃപ്പാഠമാക്കിയ ആയത്തുകളെങ്കിലും നമുക്ക് ഓതാൻ കഴിയണം. അതല്ലെങ്കിൽ പള്ളിയിൽ നേരത്തെ വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഖുർആൻ എടുക്കുക, അതിൽ അല്പം നമുക്ക് ഓതാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഓതി തീർക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഖുർആനുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകളും ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇലത്തുൻ മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയിൽ നിന്നുള്ള ഏറ്റവും വലിയ സദുപദേശമാണ്. അത് നമ്മുടെ മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും അത് നിങ്ങൾക്കുള്ള കാരുണ്യവുമാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്ന ഒരു കാര്യമാണ്. ഖുർആൻ ഓതി കഴിഞ്ഞാൽ
നമ്മുടെ മാനസികമായി നമുക്ക് പ്രയാസമുള്ളൊരു വ്യക്തിയാണ്, ടെൻഷനുണ്ട്, പ്രയാസമുണ്ട്, അതല്ലെങ്കിൽ ശരീരത്തിന് രോഗം ബാധിച്ച ഒരു വ്യക്തിയാണ്, ഒരുപാട് പ്രയാസമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഖുർആൻ അതതിൻ്റെ ഭംഗിയോടുകൂടി ഓതുന്ന, അതിൻ്റെ പ്രതിഫലമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഓതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും അതിലൂടെ നമുക്ക് മാനസികമായ ഒരു ആശ്വാസം ലഭിക്കാൻ അതൊരു കാരണമായി തീരും. ഇന്ന് ഖുർആൻ അർത്ഥമറിഞ്ഞ് ഓതുന്ന ആളുകളുടെ ഖിറാഅത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നല്ല പോലെ ഓതുന്ന ആളുകൾ, ചില ആയത്തുകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടെല്ലാം പാരായണം ചെയ്യുന്ന ആളുകൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആയിഷ ബീവി പറഞ്ഞ കാര്യം എന്താണ്? നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, അദ്ദേഹം എങ്ങാനും ഇമാമത്തിന് വേണ്ടി നിന്നാൽ അദ്ദേഹത്തിന് ഖുർആൻ ഓത്തുപോലും പിന്നിലുള്ള സ്വഹാബികൾക്ക് കേൾക്കാൻ പോലും കഴിയില്ല. എന്താ കാരണം? അദ്ദേഹം ഓതിക്കഴിഞ്ഞാൽ അതിൽ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ തേങ്ങലുകൾ മാത്രമായിരിക്കും പിന്നിലുള്ള ആളുകൾക്ക് കേൾക്കാൻ സാധിക്കുക. നമ്മളൊക്കെ ഖുർആൻ ഓതിയിട്ട് ഏതെങ്കിലും ഒരു ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ആയത്ത് എനിക്ക് സ്വാധീനമുണ്ടാക്കി, ഈ ആയത്ത് എനിക്ക് മാനസികമായി വല്ലാത്തൊരു സങ്കടമുണ്ടാക്കി, ചില ആയത്തുകൾ ഓതിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ടാക്കി. സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ആ സ്വർഗത്തെ ചോദിക്കാനും നരകത്തിയിൽ നിന്ന് റബ്ബിനോട് കാവൽ തേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വന്തം നഫ്സിനോട് ഇടയ്ക്ക് നമ്മളൊന്ന് തനിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകമായ ഒരു നമ്മുടെ ജീവിതത്തിന് ഒരു ദിവസത്തിൽ വലിയൊരു ഭാഗമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലെ ഏതൊരു രോഗത്തിനും അത് ശമനമാണ്. നമ്മുടെ ഹൃദയത്തിന് ബാധിക്കുന്ന ഏത് രോഗമായി, ഒരാൾക്ക് സിഹിർ ബാധിച്ചു, ശൈത്താനിയത്ത് ഒരാൾക്ക് ബാധിച്ചു, നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, അവന് പ്രയാസമുണ്ട്, നല്ലപോലെ അവന് സ്വസ്ഥമായ ഇബാദത്തുകൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതിക്കൊടുത്താൽ എന്താണ്? അത് അവനുള്ള ഏറ്റവും വലിയ ചികിത്സയാണ്. ഇത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ശൈത്താൻ അതിൽ ഇട്ടു തരുന്ന ദുർമന്ത്രങ്ങളെയും ദേഹേച്ഛകളെയും വൃത്തികെട്ട ഉദ്ദേശങ്ങളെയെല്ലാം ഖുർആൻ ഒഴിവാക്കി മാറ്റി തീർക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവൻ കൊണ്ടുവരുന്ന വസ്വാസുകൾ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരുന്ന തിന്മയോടുള്ള അടുപ്പങ്ങൾ, ഇതെല്ലാം ഖുർആനിന്റെ പാരായണങ്ങൾ കൊണ്ട് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്.